ഓമനെ ഓമന നിന്റെ അമ്മയുടെ നായര്. അമൃതേ മോളെ നമ്മളൊക്കെ ജീവിതം സിനിമ എടുക്കാൻ ഒരു തെണ്ടിയെടുക്കല്ലോ പോവാനെ. പുരുഷ ജന്മ ഊജ്വല ജന്മ ഉത്തിഷ്ഠ ഉത്തിഷ്ഠ മോൾ മോൾ നല്ല മഴ. മോളു മോൾ മോൾ ഗുഡ് മോർണിംഗ് അമ്മ. താങ്ക് യു. ചായ കുടിക്കേ ചായ കുടിക്കേ. താങ്ക് യു അമ്മ. ഏ അതെ എവിടെ? ഇവിടെ ഇവിടെ പെട്ടെന്ന് വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് തരാം. കൊച്ചിനെ ഓട്സ് മതി കേട്ടോ. ഏ കുഞ്ഞിനെ ഓട്സ് മതി. മതിയോ? തണുത്തോയോ? ഇല്ല കറക്റ്റ് മധുരം കറക്റ്റാണ്. നോക്കി മധുരം കുറവാ. കുറച്ച് മധുരം വേണം. ആണോ? സോറി 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 സോറി. ഓക്കെ പറഞ്ഞിട്ടല്ലോ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. So sweet. Hi, good morning. Good morning. ബിജു റെന്റ് കൊടുക്കുന്നു. അതിനെന്താ, റെൻറ്റിൻ്റെ ക്യാഷും വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ ക്യാഷും കൂടെ ഗൂഗിൾ പേ ചെയ്യാം. പറയാം. ഞാനേ 2 മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പവർ ബാങ്ക് ഫുള്ളായി. താങ്ക് യു. ഞാൻ റെന്റ് കൊടുത്തിട്ട് അതുവഴി കടയിൽ പോകും. ഓക്കെ കഴിച്ചായിരുന്നു? കഴിക്കണ്ട, പിന്നെ കഴിച്ചാൽ മതി. ചോറെടുത്ത് വെച്ചോ? എനിക്കല്ല. കുഞ്ഞു 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 പാപ്പ കഴിച്ചാ? അമ്മമ്മ വാഴ്ത്തരുവേ. അമ്മമ്മ വാഴ്ത്തരുവേ. മോനു അച്ഛ പോയിട്ട് വരാം കേട്ടോ. I'm a writer, I'm a writer, I'm a writer. സ്റ്റാർട്ട് ചെയ്യണ്ട, ഇറക്കം വാക്കിൽ പെട്രോൾ ലാഭിക്കാം. ബാലൻസ് 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 സ്റ്റഡി. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ വിഷ്ണു വിഷ്ണു ഇവിടെ പോയി കിടക്കണം. വിഷ്ണു എന്നാ ഓമൻ സെറ്റാ? സമയം തേടാ. ഈ ചെവിക്കത്ത് ഗുരു തിരികെ നടക്കും. സോറി ചേട്ടാ. എന്താണ് സോറി? ചേട്ടാ 11 മണിയായി. ചേച്ചിയുടെ പുതിയ ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ടോ ചേട്ടാ? വന്നിട്ടുണ്ട് ചേട്ടാ. കണ്ട
ഇവിടെ ഇഞ്ചി കടിച്ച കുരകനെ പോലെ എന്നാ ചേട്ടാ ഇതിലും നല്ലത് ഇഞ്ചി കടിക്കണതല്ലേ ചേട്ടാ. നീ പണിയെടുക്കടാ, പണിയെടുക്കടാ. ക്യൂട്ട് എക്സ്പ്രഷൻ. സൂപ്പർ സൂപ്പർ സൂപ്പി ലവ് യു ചേച്ചി. സൂപ്പർ മോളു. ഓക്കെ ഈ കുത്തനല്ലേ, ഈ ഒറ്റ കാരണം കൊണ്ടാണ് നിന്നെ അവൾ ഇവിടുന്ന് പറഞ്ഞേക്കാൻ സമ്മതിക്കാത്തത് കേട്ടാ. ഓമന ചേട്ടാ, ചേട്ടന് ചേച്ചിയോടൊന്ന് പറഞ്ഞു കൊടുക്കൂ ചേട്ടാ. ഈ വീഡിയോയിലെ സുഖമാണ് ചേട്ടാ. സഹിച്ചു സേട്ടാ, അവൾ എന്റെ ഭാര്യ, നിന്റെ ഭാര്യ ഉള്ളല്ലോ സേട്ടാ. നീ പോയി ചായ കണ്ടോടാ. ചായ എനക്കൊരു കുലുക്ക് സർവത്തോ ഈയിടെയൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട്, എനിക്കറിയാം. എന്നാ ചേട്ടാ ബംഗാളിക്ക് വരെ മനസ്സിലായി അവള് കാണിക്കണ കോപ്രായത്തിലാണ്. നീ എവിടെ ഒന്നാണോ പോവാനെ മനസ്സിലാക്കണം. സാറേ ചായ ഞാൻ വെച്ചേരണോ നിനക്ക്? ചായ മാത്രമാക്കണ്ട, ഉച്ചത്ത് ഊണും കഴിച്ചു വിടാം. അതല്ല ചായക്ക് എന്തെങ്കിലും. ഓ ഇനിയിപ്പോൾ പുറത്തുനിന്ന് ചായ കുടിക്കാൻ ഞാൻ കാച്ചേണ്ടി വരും അല്ലേ? എടാ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് അത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല, പ്രത്യേകിച്ച് ഞാൻ. മനസ്സിലാവുണ്ടോ നിനക്ക്? വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. ശരി ശരി എന്നാ. അല്ലെങ്കിൽ നീ ഒന്നുമില്ല, നീ പോയിക്കോ. ഞാൻ മുതലാളിയായിട്ട് പൈസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുട്ടാടി വാ പൊടിച്ചിട്ടുണ്ട്, കയറി പോടി, കെട്ടി ഒരുങ്ങി വന്ന് നിൽക്കുക. ഇത് കൊണ്ടുപോ. എന്നാ ഒരു ഉത്തരവാദിത്തമില്ല നിനക്ക്. ഓമനെ ഓമന നിന്റെ അമ്മയുടെ നായര്. ഓമനെ ഓമനെ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇവിടെ ഒരു പണി ചെയ്യില്ല, പണി ചെയ്യാൻ സമ്മതിക്കത്തൂല്ല. ഓമനെ വെട്ടി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നന്നായിരിക്കൂലേ? ഇല്ലേ? നന്നായിരിക്കും. ജയിക്കൂലേ? എനിക്ക് തോന്നിയത് നന്നായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇനി നാളെ തൊട്ട് വീഡിയോയുടെ എണ്ണം കൂടെ കൂട്ടാണ്. എന്നാലല്ലേ നമുക്ക് കുറച്ച് പബ്ലിസിറ്റി കൂടി നമ്മളെ സെലക്ഷൻ അവിടെ കിട്ടുള്ളൂ. പിന്നെ അല്ലേ? കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആകുമ്പോൾ ഞാനിവിടെ അത്താഴം എടുക്കാൻ എന്നിട്ട് അത് നടന്നോട്ടെ, കുഴപ്പമില്ല. പോയിക്കോ. എന്ത് സന്തോഷമായാ? സന്തോഷമായാ? നമ്മളൊക്കെ ജീവിതം സിനിമ എടുക്കാൻ ഒരു തെണ്ടിയെടുക്കല്ലോ പോകാൻ. അല്ല എത്ര അവതാരം എടുത്തിട്ടുണ്ട്, ഒരുപാട് അവതാരം എടുത്തിട്ടുണ്ടല്ലോ. വരുമാനമൊക്കെ ഉണ്ട് സമ്മതിച്ച്, പക്ഷേ ഇവളെ അഹങ്കാരം സഹിക്കാൻ പറ്റുന്നില്ല. ഇവളെ കോപ്രായത്തിനെ നിർത്താൻ ഒരവതാരം എടുത്തൂടെ, ഒരൊറ്റ അവതാരം എടുത്തൂടെ പ്ലീസ്, ഒരവതാരം. കൂടുതലിട്ട് ഇളക്കണ്ട, ഊരിപ്പോ. ഓമേ ഈ കുട്ടി കാണിക്ക റോഡിൽ കൂടി ഇതിന്റെ പകുതി ആ വീട്ടിൽ കിടന്ന് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറും കറിയൊക്കെ നേരത്തെ തരും. അമ്മ ഉള്ളതുകൊണ്ടേ രാവിലെ നടക്കാമ്പോ അമ്മ നോക്കിക്കൊള്ളൂല്ലേ കൊച്ചിനെ. ഞാൻ പറട്ടക്കളെ കൂടെ ഞാൻ വെച്ച് വിളമ്പണം. അമ്മക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ അമ്മാവൈ വണങ്ങാതെ ഉയിരില്ലയേ. ചേച്ചി ടിക്കറ്റ് സൂപ്പർ ആയിരുന്നു കേട്ടോ. നീ കണ്ടായിരുന്നോ? ഞാനിങ്ങനെ ശരിക്കും സൂപ്പർ ആയിരുന്നു, മുമ്പത്തേക്കാളും നന്നായിട്ട്. പിന്നെ ഇന്ന് ഞാൻ വേറൊരെണ്ണം വിടുന്നുണ്ട്, അപ്പൊ നീ ഇത് കൂടുതൽ ഷെയർ ചെയ്തു. പോകുമ്പോ നിനക്ക് വേറെ പണിയൊന്നുമില്ല, പഠിക്കാന്ന് ടിക്ടോക്ക്. എന്താ ടിക്ടോക്ക്? പോയടാ അവിടെ സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവരെ കൊണ്ട് കമന്റ്സ് ഇടിക്കണം കേട്ടോ. എന്തായിരുന്നു ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞത്? അവന്റെ കൊടുക്കുന്ന ഫാനാണ്. നിങ്ങള് ഫാനല്ലേ? ഞാൻ ഫാനല്ലേ? ബാ അവരെ പരിചയപ്പെട്ടിട്ട് പോ. പുതിയ അയൽക്കാരല്ലേ?
ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അപ്പൊ പുതിയ നെയ്ബറെ പരിചയപ്പെടാന്ന് വിചാരിച്ചു. ഞാൻ ബിജു, ഇത് ഓമന. പേര് മാറിപ്പോയി തോന്നുന്നു. പേര് മാറിയിട്ടില്ല, എൻ്റെ പേര് ബിജില, ഇത് ഓമനക്കൂടൻ. ഷോർട്ട് നെയിമാണ് ബിജു ഓമന. അപ്പൊ വയറൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്, നടക്കാന്ന് വിചാരിച്ചു രാവിലെ. ഇതൊക്കെ ഞങ്ങളോട് പറയണ എന്തിനാ? നിങ്ങളുടെ വീട്ടിൽ പോയി പറ. നിനക്ക് അകത്ത് പണിയൊന്നുമില്ലേ? ആരെങ്കിലും വന്നാൽ ഇങ്ങോട്ട് എഴുന്നള്ളി പോന്നോളൂ. കയറി പോടി. അങ്ങനെ ആൺകുട്ടി നിങ്ങൾ പോയില്ലേ? നിങ്ങൾ പോ, അങ്ങോട്ട് പോ. അമൃതേ മോളെ. ബിജു എവനെ പോലെ ബിജു ബിജു ഓമനെ കലി മാറണില്ല. അവനല്ലെങ്കിൽ തന്നെ ആരാ? ചേറ്റ, നാറി, തെണ്ടി. വീട്ടിൽ പറഞ്ഞവർ ഇങ്ങനെയാ പെരുമാറേണ്ടവൻ? ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അച്ഛനമ്മനെ അവൻ ആലോചിക്കണ്ടായിരുന്നോ? ശരിക്കും അവൻ്റെ കോരണക്കുറ്റി നോക്കി. പട്ടി അവൻ പട്ടി, നീ ഒരു പട്ടി. ഞാൻ എടുത്താ ഇല്ല, നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുക്കള കുറച്ച് പണിയുണ്ട്. ഉമ്മ താങ്ക് യു. അടുക്കള കുറച്ച് പണിയുണ്ട്, ഞാൻ തീർത്തിട്ട് പെട്ടെന്ന് വരാം. ചമ്മന്തി നന്നായിട്ട് ഇറക്കണം കേട്ടോ. ഇനി നന്നായിട്ട് അറിയും. എൻ്റെ ബിജുവിനെ നീ ഇൻസൾട്ട് അല്ല പട്ടി. ഞാൻ കാണിച്ചു തരാം. പട്ടി പട്ടി പട്ടി. അയൽവാസി തെണ്ടി എൻ്റെ ബിജുവിനെ നീ ഇൻസൾട്ട് ചെയ്യുമല്ലടാ. അമൃത, ആ കൊച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ്റെ ഒരു അടിമത്തം കണ്ടില്ലേ? സോറി ചേട്ടാ. എൻ്റെ വായിന്ന് പറഞ്ഞ കേട്ടോണ്ടല്ലോ ചപ്പക്കൊറ്റ അടിച്ചു പിടിക്കാൻ തോന്നും. എൻ്റെ കണ്ണിഞ്ഞ് ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല ചവിട്ടി പറഞ്ഞിട്ട് ഉറക്കും ഞാൻ. ഈ പെൺവർഗത്തിനെ ഡീൽ ചെയ്യാണ്ടല്ലോ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു സുഖവും കിട്ടില്ല. ആ ചേച്ചി കയറുവാ. ഓ ഞാൻ കയറണമെന്നില്ല. ഇടൊന്നേ. അയാളുടെ പേരെന്താ? ചേച്ചി സോറി ചേച്ചി, ഇപ്പൊ ഭയങ്കര ദേഷ്യക്കാരനാ. എന്ത് ദേഷ്യം? രണ്ടടിയും കണ്ട് കിട്ടിക്കഴിയുമ്പോൾ അവന്റെ ദേഷ്യമൊക്കെ മാറിപ്പോകും. തന്നെ പോലെയുള്ള ഒരാളോ ഇതൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്? ചുമ്മാ മനുഷ്യന് നാണം കിട്ടാനായിട്ട്. ചേച്ചി അങ്ങനെയല്ല ചേച്ചി. എങ്ങനെയല്ല? താഴെ കാര്യം ആലോചിച്ചോ, നമ്മൾ ആരെയും അടിമയല്ല, അത് ഓർമ്മ വേണം. ചേച്ചി ഇന്നലത്തെ വീഡിയോ അടിപൊളിയായിരുന്നു കേട്ടോ. എന്റെ പൊന്നി, എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? അപ്പൊ ലൈക്ക് ചെയ്യലും ഷെയർ ചെയ്യലൊക്കെ ഉണ്ടോ? കമന്റ് ഇടാറുണ്ടോ? പിന്നെ ഞാൻ ചേച്ചിയുടെ വലിയ ഫാനാന്നേ. ചേച്ചിയുടെ വീഡിയോയിൽ വെയിറ്റ് ചെയ്തിരിക്കുക. എന്റെ പേരെന്താ? അമൃത. എന്റെ ചേട്ടന്റെ പേരെന്താ? സോറി. നല്ല പേരാ, പക്ഷെ അവന് കയറൂല. ഞാൻ എന്നാ പോട്ടെ, കൊച്ചോറങ്ങണ സമയത്ത് ചേട്ടൻ പറഞ്ഞു സോറി കേട്ടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് സോറി പറയണം എനിക്കിഷ്ടമല്ല, പക്ഷെ ആണുങ്ങളെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പോട്ടെ. ചേച്ചി പൊളിയാട്ടാ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലൗസ് കട്ട് ചെയ്യാൻ നേരത്തെ എന്നെ അറപ്പിക്കരുത്. വല്ല അളവെല്ലാം തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം തീർന്നില്ലടാ. അതുപോലെ മെമ്പർ ബ്ലൗസാണ്, അറിയാം എനിക്ക്. ചേച്ചി ചേച്ചിക്ക് എന്തിട്ട്? ചേച്ചി വൈറലായി. ചേച്ചിക്ക് വയറ്റിലായോ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഓ വയറ്റില്ലല്ല ചേട്ടാ, വൈറൽ വൈറൽ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫുക്ർ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യുന്നത്. മറ്റാരുമല്ല, ടിക്ടോക്കിനകത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ബിജു എന്ന് പറഞ്ഞ ചേച്ചിയാണ്. പേര് പോലും വെറൈറ്റിയാണ്. അപ്പോൾ ഗായ്സ് നിങ്ങൾ കാണണം ഗായ്സ്. നമ്മുടെ ചേച്ചി മാതൃദിനത്തിന് അമ്മയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്ത്, അത് നിങ്ങൾ കാണണം. ഒരു 8ന്റെ പണിയായിപ്പോയത്. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. മദേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടുകയാണ്. എന്താ ഇത്? സ്വസ്ഥത സമാധാനം തരില്ലല്ലോ. അമ്മ പോയി നോക്കൂ. എന്നമ്മേ ഒന്ന്
എന്തിനാണ് ഗൈസ് ഇങ്ങനെ കോപ്രായങ്ങൾ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്? അവരെ കളിയാക്കുവാന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. അതും ഇനി നമ്മളെയൊക്കെ കബളിപ്പിച്ച് കണ്ടന്റ് വൈറലാക്കാനുള്ള ചേച്ചിയുടെ റിവേഴ്സ് അൽഗോരിതം ആണോ, ഇനി സൈക്കോളജിക്കൽ മൂവ് ആണോ, അതോ ഒന്നും ദൈവമേ, നീ എന്റെ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് കേൾക്കുമെന്ന് വിചാരിച്ചില്ല. നിന്റെ അവതാരം പെർഫെക്റ്റ്. ഓക്കെ, ഇത് പൊരിക്കുന്നില്ല ഇവിടെ. അടിപൊളിയല്ലേ ചേട്ടാ? ഇങ്ങനൊക്കെ ഇങ്ങനെ എഴുതാൻ എങ്ങനെ മനസ്സ് വരണത്? ഇവർക്കൂല്ലേ ഫാമിലിയൊക്കെ ഇന്നൊരു പെണ്ണാണെന്ന് ആലോചിച്ചൂടെ? എന്താ നിങ്ങൾ തോന്നി ഇങ്ങനെ റോസ്റ്റ് ചെയ്യാം. സാരില്ല, ഓൺലൈനിലൂടെ എന്നെ വേദനിപ്പിക്കാനല്ലേ ഇവരൊക്കെ പറ്റുള്ളൂ. പൂർവാധിക ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. വേണ്ട, ഇത് തിരിച്ചു വരണ്ട. ഈ യുഗം അവസാനിക്കട്ടെ ഇതോടുകൂടി. ഇനി തിരിച്ചു വരണ്ട. നിങ്ങൾ മാഷല്ലേ? അതെ സാർ. സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? കണക്ക്. കണക്ക്. ഇന്നതൊന്ന് ഇരിക്കണം. എത്തോടാ? 1 2 3 ഈ ഇടി മഴ വന്ന സമയത്ത് എന്തിനാ സാറേ ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കണം? മഴ വരും പോവും, പക്ഷെ ഇവന് നിർത്തി അവന് കിട്ടിക്കൊണ്ടു. എത്തോടാ? മെമ്പറെ ചുമ്മാ ചായക്കടയിൽ ചായ കുടിച്ചോണ്ടിരുന്നതാ. ചായക്കടയിൽ ഇരുന്നാണോ ചായ കുടിക്കുന്ന റാസ്കൽ എന്നും പറഞ്ഞിട്ട് എന്നെ പോലീസ് പിടിച്ചോണ്ടെന്നാണ്. എന്തിനാന്ന് ഒരു പിടുത്തമില്ല. എനിക്കറിയില്ല, എന്നോട് പിടിച്ചു നിർത്തിയത് അവിടെ. സാറേ, ഇത് എന്റെ വാർഡിലെ പിള്ളേരാ. അയ്യോ, ആണോ? ഞാൻ അറിഞ്ഞില്ല. എന്താ അറിയോ, ഇങ്ങനെയാണെങ്കിൽ മെമ്പർ ദിവസം വരേണ്ടി വരും. അത്രയും പ്രതികളാണ് ഈ മണ്ഡലത്തിൽ. അത്രയും പ്രതികളാണ് ഈ വാർഡിൽ മുഴുവൻ പ്രതികളാണ്. അതെ, ഇതുപോലുള്ള കുരുത്തക്കേട് കാണിക്കുമ്പോൾ മെമ്പർ അല്ലേ ഇതിൽ ഇടപെടേണ്ടി വരുന്നത്? അറിയാം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ഞങ്ങളോട് ഇനി ഒന്നും ഇതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പൊക്കോളെ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും അവരടിച്ചിട്ടൊന്നുമില്ല, തല്ലിച്ചിട്ടൊന്നുമില്ല. ഇനി ആവർത്തിക്കരുത് സാറേ. ആവർത്തിക്കാൻ ഞങ്ങളൊന്നും ചെയ്ത് അതൊന്നും എനിക്കറിയില്ല. ആവർത്തിക്കണ്ട, രണ്ടാളും പോകും. ശരി മാഷേ, ശരിടാ. എന്താണ് സാറേ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ? അല്ല മെമ്പറെ, എന്താ സാറേ? ആ വലിയൊരു അകൽച്ച ഉണ്ടായിരുന്നു. എനിക്ക് പേര് റോക്ക് ഈട്ടി. ഓക്കെ സാർ, സോറി റോക്ക്. അതെ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണോളേ. ഞാൻ നമ്പർ തന്നിട്ടുണ്ടല്ലോ, 95 64 63 34 32 നമ്പർ. മനസ്സിലായ സുഖം. രാജു, നാളെ ആ മെമ്പറിൻ്റെ പാടുന്ന രണ്ടാളിനെ പൊക്കിയിട്ട് അവരുടെ വീട്ടിൽ തന്നെ പോകണം. സംഭവം വർക്കൗട്ടായിട്ട് വരുന്നുണ്ട്. പിടിയിട്ടേ യാമിനി റോക്ക്. അയ്യോ ചേച്ചി, ചേച്ചിനെ പോലത്തെ ആൾക്കാരുടെ വീഡിയോ അല്ലേ ഞങ്ങളെ പോലത്തെ വീട്ടമ്മമാരുടെ ഒക്കെ പ്രചോദനം. ചേട്ടനൊന്നും പറഞ്ഞില്ലേ? അമ്മ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞത് കേൾക്കുമായിരുന്നുവെങ്കിൽ ഇവളീ മൈക്കണാപ്പൻ്റെ കൂടെ പോകുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഓടിപ്പോയാണോ കല്യാണം കഴിച്ചേ? ഞങ്ങളെല്ലാം ഓടിയത് നാട്ടുകാരാ. പറഞ്ഞു കൊടുക്കും ബിജു. ഒന്നും പറയണ്ട. എൻ്റെ കല്യാണം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമായിരുന്നു കെട്ട്. അപ്പോൾ കുറേ പേർക്ക് വിശന്നത് കൊണ്ട് അവർ ആദ്യത്തെ പന്തിക്ക് ഒരു 150 പേരങ്ങ് കഴിക്കാനിരുന്നു. ആ സമയത്ത് ആ ഭക്ഷണം കഴിക്കണതിൽ എന്തൊക്കെയോ ഇങ്ങേര് ചേർത്ത്. എന്താ ചേർത്തത് എനിക്ക് ഇപ്പോഴും അറിയില്ല, അത് പറഞ്ഞിട്ടൊന്നുമില്ല. കഴിച്ച 150 പേർക്ക് കഴിച്ച ഉടനെ തന്നെ തൂറ്റലോട് തൂറ്റല്. എല്ലാവരും കൂടി നിരത്തി പിടിച്ചങ്ങ് തൂറാൻ പോയി. ആകെ 5 കപ്പ്. നിങ്ങൾ തൂറാൻ അല്ല മാഷ. ആ 150 പേർക്കും തൂറാൻ കപ്പൂസ് ഇല്ലാത്തതുകൊണ്ട് അപ്പം രാഘവൻ ചേട്ടൻ്റെ പറമ്പ് ഒഴിഞ്ഞു കിടക്കായിരുന്നു, റബ്ബർ തോട്ടമായിരുന്നു. അവിടെ ഇരുന്ന് 150 പേര് നിരന്നിരുന്നങ്ങ് തൂറാൻ. നല്ലൊരു ഫോട്ടോ എടുത്തോണ്ടായിരുന്നു. അത് പത്രത്തിൽ.
അങ്ങനെ 150 പേരുടെ തൂറ്റലിന്റെ ഇടയിൽ ഇങ്ങേരി എന്നെ അടിച്ചോണ്ടങ്ങ് പോയി. പോളി ചടക്കോടുകൾ അടി. ചേച്ചി എന്തൊരു ഭാഗ്യവതിയാണ്. ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലേ. തമാശ പറയണ ചേട്ടൻ ചേച്ചിനെ പൊന്നു പോലെ നോക്കണല്ലേ. ഇത് സുന്ദരന കണ്ടോ? എൻ്റെ ചേട്ടൻ എന്തെങ്കിലും ചിരിക്കണ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടുണ്ട്. എന്തൊരു മഴയാണ്. പോവാം. ശരി ചേച്ചി. പാവം കൊച്ചി. അവള് കൈയടിച്ചപ്പോഴത്തേക്ക് കിടന്ന് ഇളകുന്നുണ്ടായിരുന്നല്ലോ. എന്തൊരു ചിരിയായിരുന്നത്. ഇളക്കാണല്ലോ ഇവന്റെ മീൻ. അത് ഞങ്ങളുടെ ഇളക്കല്ലേ? നീ കടയിൽ പോണം. ഇളക്കാൻ പോയിട്ടോട്ടെ. ചേട്ടാ എന്താ ഇവിടെ ചേട്ടാ ഇതാര്? എന്താണ് മിഠായി? ഇതിന് എന്റെ പിറന്നാളാ. ഓ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. രണ്ടെണ്ണം കൂടെ എടുക്ക. ഒരു മിനിറ്റ്. അതെ, എനിക്ക് 2 ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നു. ബ്ലൗസ് തയ്ക്കണോ? ആ, അളവ് ബ്ലൗസും തുണിയായിട്ട് കടയിൽ വന്നാൽ മതി. അത് അല്ല, അളവ് എടുക്കണം. എൻ്റെ ബ്ലൗസൊക്കെ ലൂസാ. അതൊന്നും എടുക്കാമല്ലോ, കുഴപ്പമില്ല, എടുക്കാം. ചേട്ടൻ നമ്പർ ഒന്ന് തരുമോ? ആ എഴുതി 90 387 27 വിളിച്ചാൽ മതി. നമ്പറൊന്നും അറിയില്ലേ? ശരി. അല്ല, ഞാനേ സുനിലേട്ടൻ പോയിട്ട് വിളിക്കാം നാളെ. ശരി ശരി ചേട്ടാ. അധികമായാൽ അമൃതയും വിഷം. പോണില്ലേ? പോണില്ലേന്ന്. കൊച്ചിനെ കണ്ടില്ലല്ലോ. കൊച്ചുറങ്ങ അല്ലന്നേ മോളെ. ആ പറഞ്ഞു തീർന്നില്ല. ഹലോ. ഏത് കൊച്ചു? ആ വരാമല്ലോ. വരാനേ. പിന്നെ മോള് പറഞ്ഞാൽ വരായിരിക്കും. വിളിച്ചാൽ മതി, ഞാൻ വെളിപ്പുറത്ത് തന്നെ ഉണ്ട്. ഓക്കെ. ആ ആ തമാശ. ഓക്കെ വരാ. മിക്സി അല്ല, ഞാൻ ചായ കുടിച്ച്. ഓക്കെ ഓക്കെ. അയ്യോ, ആര് വിളിച്ചത്? അമൃത. അവളുടെ ഫോൺ വന്നപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഇളക്കം? ചുനിയില്ലേ, ചുനി അവളെ ഭർത്താവ്. അവളിന്ന് വീട്ടിൽ ഉണ്ട്, ജോലിക്ക് പോയില്ല. അതുകൊണ്ട് ഇന്ന് ബ്ലൗസിൻ്റെ അളവെടുക്കാൻ ഞാൻ കൂടി ചെല്ലണ്ട. നാളെ അവൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ചെല്ലാം. നമ്മളെ കൗൺസിലർ യാമിനിയില്ലേ, യാമിനിക്ക് ഞാനല്ലോ ബ്ലൗസ് തയ്ക്കണം. ആ ബ്ലൗസ് ഇട്ടിട്ടാണ് അവൾ ഫേമസ് ആയിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞത്. അത്ര അവൾക്ക് നല്ല ഇണക്കമാണ് അത് കണ്ടിട്ട് അവൾക്ക് അസൂയ. അതുകൊണ്ടാണ് ഇവർക്ക് ഞാൻ തന്നെ തയ്ക്കണമെന്ന് പറയണം. തയ്ച്ചു കൊടുക്കാം, നമ്മുടെ ജോലി തന്നെ. ഇല്ല, അമൃതയുടെ ബ്ലൗസ് തയ്ക്കാൻ നിങ്ങൾ പോകണ്ട. എന്താണ്? അമൃതയുടെ ബ്ലൗസ് തയ്ക്കാൻ നിങ്ങൾ പോകണ്ട. അത് ഞാൻ പോയാല് എൻ്റെ ജോലിയല്ലേ. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. ഞാൻ പോകും, ഈ പോയാൽ പറ്റും. ഓമന അമൃതയുടെ ബ്ലൗസ് തയ്ക്കാൻ പോകണ്ട. സിനിമയിൽ
എടി വീട്ടിൽ ജോലിക്ക് കൂലിക്ക് പോകാൻ വീട്ടിൽ ഇരുന്ന എല്ലാ ഭാര്യമാർക്ക് കൊടുക്കണം സംശയം. നിനക്ക് എന്തൊരു കുഴപ്പം? സുനിലേട്ടാ, ആ പ്ലംബർ ഇതുവരെ വന്നിട്ടില്ല. ഒന്ന് ആ ഹൗസ് ഓണറോട് പറയോ? അയാൾ പറഞ്ഞു വിടുന്ന ആളൊന്നും ശരിയാവില്ല. ഞാൻ ഒരാളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഹലോ ഹലോ, ആ നമസ്കാരം. ഇത് വിജിത മേഡം അല്ലേ? അതെ, വിജിത മേഡം ആണ്. ആരാണ്? മേഡം, ഞാൻ ട്രിവാൻഡ്രം കവടിയാറിൽ നിന്നാണ്, സ്കൈവിംഗ് സ്പോർട്സ് ക്ലബിൽ നിന്നാണ്. സ്കൈ വിങ്സ് ഹോഴ്സ് ക്ലബ്ബ്. സെബാസ്റ്റ്യൻ. അതെ 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 മേഡം, അതെ മേഡം. എന്നിട്ട് വിശേഷം? മേഡം സുഖമായിരിക്കുന്നു. ഇത്തവണ ഒരു ചെറിയ സഹായം ചോദിക്കാനാണ് മേഡം വിളിച്ചത്. മേഡം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിക്ക് ഒരു വലിയ സപ്പോർട്ട് കൊടുത്തു. എനിക്ക് അവിടെ പ്രൊമോഷനും കാര്യങ്ങളെല്ലാം കിട്ടിയിരുന്നു. അതെ അതെ. ഞാൻ അവിടുന്ന് മാറി. അതെ അതെ, ഒരു ചെറിയ സഹായം, ചെറുതല്ല വലുതാണ് മേഡം. എന്താണ് പറഞ്ഞോളൂ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. മാഡത്തിനെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടെ ഈ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളെ, മുതിർന്നവരെ എല്ലാം. ഓ അതെ അതെ അതെ. അപ്പൊ അത് അത്യാവശ്യം ഇന്റർനാഷണലി അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഒക്കെയാണ്. എല്ലാവിധ സേഫ്റ്റി കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു സംവിധാനമാണ്. ഓക്കെ. അപ്പൊ അങ്ങോട്ടേക്ക് അവിടെ ഞങ്ങൾ ഒരു പ്രൊമോഷണൽ ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷണൽ ഓഫർ, ഒരു ഫ്രീ കോച്ചിങ് മാഡത്തിന് തരാൻ, അത് ഓഫർ ചെയ്യാനും, ഒപ്പം മാഡത്തിന്റെ ഈ ഓഫറിനെ കുറിച്ച് മാഡത്തിന്റെ പേജിൽ ഒന്ന് ഇടുവെന്നും കൂടി ഒന്ന് ചോദിക്കാനായിരുന്നു. 10-15 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളതല്ലേ? അതെ, എനിക്ക് 15 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇടാമല്ലോ, എന്റെ പേജിൽ ഇടാം. മേഡം, ഞങ്ങളത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഞങ്ങൾ 100 ഫ്ലെക്സ് അടിക്കാൻ പോലും നമുക്ക് അത് അത്രയും കിട്ടൂല. അതെ, അത് കറക്റ്റ് ആണ്. അത്രയും കിട്ടില്ല, അത് കറക്റ്റ് ആണ്. അപ്പം മേഡം അക്കൗണ്ട് നമ്പർ മാറിയിട്ടുണ്ട് അല്ലേ? എന്തോ അക്കൗണ്ട് നമ്പർ കഴിഞ്ഞ പഴയ മാറിയിട്ടില്ലല്ലോ? ബാങ്ക് അക്കൗണ്ട് ഇല്ല, പഴയ അക്കൗണ്ട് തന്നെയാണ്. മേഡം, ഇത്തവണ എമൗണ്ട് കുറച്ച് കുറവാണ്, അഡ്വാൻസ് ആണ്. 3 ലക്ഷമേ ഇട്ടിട്ടുള്ളൂ. കുറവാണ്. ഇട്ടോ അപ്പോ? 3 ലക്ഷം ഇട്ടിട്ടുണ്ട്. ഞാൻ മാഡത്തിന് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചേക്കാം. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ അഡ്വാൻസ് അല്ലേ, ഇനിയിപ്പോ ഇടുമ്പോ ബാക്കി കുറച്ചും കൂടെ കൂട്ടി അങ്ങ് ഇട്ടാൽ മതി. ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. കുതിര പഠിക്കാൻ പോണോ? എന്താ പഠിച്ചാ കുഴപ്പം? ഭർത്താവിന്റെ പുറത്ത് കുതിര കയറണ പോലെ ഇത് കുതിരയുടെ പുറത്തും കയറാൻ പോകണം. ഒരു സെക്കൻഡ് ഞാൻ സംസാരിച്ചപ്പോ എത്രയാണ് അയാൾ പറഞ്ഞത്? ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, എത്ര ലക്ഷമാണ് അയാൾ പറഞ്ഞത്? ഞാൻ ശ്രദ്ധിച്ചില്ല. 3 lakhs അല്ലേ? ഒരു മാസം കുത്തിയിരുന്ന് എത്ര കിട്ടും? 6,000. അതിവിടത്തെ നമ്മൾ 2 ദിവസത്തെ ചെലവിനുണ്ടാവൂല അല്ലേ? തികയോ? ഒരു സെക്കൻഡ് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും 3 lakhs അഡ്വാൻസ് വന്നു. ഇനി ബാക്കിയുള്ള ലാക്സ് പുറകെ അയാൾ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. വാടി പട്ടി. എന്തോ എന്തോ പറ്റിയെന്ന്? പൊടി പറ്റിയെന്നാ? എന്താ പറഞ്ഞേ? അവളാ ശാപം ഗീത, അവളാ മുമ്മര ടിക്ടോക്ക്. പറഞ്ഞ കളെ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ അമ്മേ, പോകട്ടെ വീണ? ഞാൻ പറഞ്ഞില്ല. അല്ല, അപരാധം പറയരുത്. പിന്നെ ഞങ്ങൾ തൊട്ടിച്ചതിന് വർഷങ്ങളായി. പോകട്ടെ, ഇത് മാത്രമേ പോകാൻ കിട്ടുക. അല്ല, നിങ്ങളെന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ തീരും സീരിയസാ. നിങ്ങൾ വെള്ളം എടുത്തു കൂടാ. വെള്ളം കൊടുത്ത് കഴിക്കില്ലേ? ഞാനാ പറഞ്ഞത്. ദൈവത്തിന് ഞാനല്ല. ഓക്കെ. ചേച്ചി തലകറങ്ങി വീണു അല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? ടിക്ടോക്ക് നിരോധിച്ച്. ഇതിന് മഴ.
ബിജു 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 ദൈവമേ ടിക്ടോക്ക് പണി ഒറ്റിച്ച്. ബിജു എണീക്ക് എണീക്ക്. എന്തോ എന്തോ ടിക്ടോക്ക് പണി പറ്റിച്ചാ? ഓമനക്കറിയാലോ, ഓമന ജോലിക്ക് പോയി കഴിഞ്ഞാ ഞാനും കൊച്ചുകൂടെ ഒറ്റയ്ക്കല്ലേ, കൊച്ചു കിടന്ന് ഉറങ്ങും. പിന്നെ എനിക്ക് ടൈം പാസ് എന്തായിരുന്നു? ടിക്ടോക്ക്. ഈ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാരും കഷ്ടപ്പാടിലായിരുന്നു ഇല്ലേ? നമ്മള് ഭയങ്കര സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചല്ലേ ജീവിച്ചത്. കാരണം എന്താ? ടിക്ടോക്ക്. ഇന്നലെ ഇവിടെ 3 ലക്ഷം രൂപ കൊണ്ട് കൊച്ചിന്റെ പേരിൽ ഡിപ്പോസിറ്റ് ഇട്ട്. കാരണം എന്താ? ടിക്ടോക്ക്. കരയാതെ എഴുതിക്കല്ലേ, വിഷമിക്കല്ലേ. ഓമനക്കറിയാമോ, ഞാൻ ഓമനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? അതിനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ടിക്ടോക്കിനെ. ടിക്ടോക്ക്. വിഷമിക്കല്ലേ, അറിയല്ലേ. ബിജു ബിജു നീ വിഷമിക്കല്ലേ. എന്തിനു വിഷമിക്കണം? ടിക്ടോക്ക് പോണെങ്കിൽ പോട്ടെന്ന്. ഫേസ്ബുക്കുണ്ട്, യൂട്യൂബുണ്ട്, വാട്സപ്പുണ്ട്. യൂട്യൂബിലാണെങ്കിലോ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ്. ഞാനൊരു കാര്യം പറയട്ടെ, ആ ട്രോളൻ ഉപയോഗിതൊക്കെ എന്തുമാത്രം കാശുണ്ടാക്കണം. അവർ കാശുണ്ടാക്കല്ലേ ട്രോളൻ ഉപയോഗിതൊക്കെ. എൻ്റെ മോക്ക് അതുപോലെ ഉണ്ടായിക്കൂടെ? ഒരു വ്ളോഗ് തുടങ്ങും, ഞാൻ സഹായിക്കാം. ഞാൻ കട്ടയ്ക്ക് കൂടെ വയ്ക്കാം. നോക്കുകയാണെങ്കിൽ പാചകം അറിയാം, പിന്നെ അഭിനയം നന്നായിട്ടറിയാം. തുടങ്ങ്, ഞാൻ കൂടെ നിൽക്കാം. അത് കാശുണ്ടാക്കാൻ നോക്ക്, വിഷമിക്കല്ലേ. ഈ കണ്ണു പറഞ്ഞ ഞാൻ ടിക്ടോക്ക് പോയത്, ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ എത്ര എഫേർട്ട് കൊടുക്കുക, പക്ഷെ നമ്മൾ സംഗതി ഫ്ലോപ്പാക്കണം. അല്ല, സംഭവം നമ്മൾ വിജയിപ്പിക്കും. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ വ്ളോഗിന്? ഞാൻ കൂടെ നിൽക്കാം. ഓമനുള്ളത് കൊണ്ടാ ഒരാശ്വാസം. ഈ പറമ്പ് ഓർമ്മയുണ്ടോ? 150 പേര് ഒരുമിച്ച് പണിയെടുത്ത പറമ്പാ. പണിയെടുത്തോ? ആ, അതിൻ്റെ ഫലമാ ഈ റബ്ബർ എന്തോരം പാല് വരുത്തുന്നറിയാമോ? പണിയിട്ടില്ല. എടാ, നിന്റെ കല്യാണം 150 ദൂരെ പറമ്പാണെന്ന്. ഞാൻ എന്താ എന്തു പറഞ്ഞാലും ഒരു പണി കിട്ടും. ചേച്ചി ഉണ്ടോ അവിടെ? അടിപൊളി. മോളെ, ആ പാഷാണത്തിക്കമ്മി വരുന്നുണ്ട്. പാഷാണത്തിക്കമ്മിയാ? അതായത് ചേച്ചി, ടിക്ടോക്ക് നിർത്തിയില്ലേ? ചേച്ചി വിഷമിക്കണ്ട. ടിക്ടോക്ക് പോയ പോട്ടേന്ന്. അതാ ചൈനക്കാരുടെ ആപ്പല്ലേ. ചേച്ചി ഒന്നും ആലോചിക്കണ്ട. എനിക്ക് യൂട്യൂബിൽ വ്ളോഗ് തുടങ്ങാം. ചേച്ചി ഉബൈദ് ഇബ്രാഹിമിനൊക്കെ കിട്ടണ്ട? ഉബൈദ് ഇബ്രാഹിം, നിക്സ് വ്ളോഗ്. പിന്നെ ഒരുത്തുണ്ടായിരുന്നല്ല ആ മോഹൻലാലിന്റെ വീഡിയോ ഒക്കെ ചെയ്യണേ, ശ്രീകാന്ത് വെട്ടിയാര്. അവനൊക്കെ മാസം 10-15 ലക്ഷമാണ് ഉണ്ടാക്കണേ. എങ്ങനെ? ചേച്ചീനെ പോലത്തെ സെലിബ്രിറ്റീസിനൊക്കെ എയറിൽ കയറിയത്. ചേച്ചി ഇതൊന്നും ആലോചിച്ച് വിഷമിക്കാതെ ഒരു വ്ളോഗ് തുടങ്ങി. ചേച്ചി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആലോചിക്ക്, ഞാൻ നോക്കാം. നോക്കണം. ചേച്ചി ആലോചിക്ക്. ചേച്ചിക്ക് കിട്ടാത്ത ഐഡിയ. ചേച്ചി ചുമ്മാ പൊളിയാന്ന്. പൊടിയെന്നാ? പൊളിയാന്ന് കേട്ടാ. വീട്ടിൽ പണിയൊന്നുമില്ലേ?
ആ ഉണ്ട്. പിന്നെ വിസില്. ഞാൻ പോട്ടെ. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ചേച്ചി ആലോചിക്കട്ടാ, വിഷമിക്കണ്ട. എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഇത്ര വിഷമിക്കല്ലെന്ന് പറഞ്ഞ് വിഷമം കൂട്ടാൻ വന്നതാണ്. ശേഷം മോഹനിട്ട് വിഷമം തോന്നുന്നുണ്ട്. ശരിട്ടാ, ഞാൻ പോട്ടെ. ചെല്ല്, മറ്റേ സാമ്പാർ തിളച്ച് മറിയാം. ബൈ ബൈ. ഞാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാട്ടാ. ചേച്ചി ആലോചിച്ചോ. ബൈ. അയലത്തുകാരുടെ വിഷമം കൂട്ടാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളൂ. പണ്ടാറടങ്ങാൻ മനുഷ്യൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഒന്നും കൂടെ വന്ന് വിഷമം കൂട്ടിയിട്ടങ്ങ് പോയി. ഇവളാരെ എന്നെ പഠിപ്പിക്കാൻ? മെമ്പറെ, നമ്മുടെ ആ ശാന്തയുടെ കക്കൂസിന്റെ കാര്യം എന്തായി? ഓ, ശാന്ത ചേച്ചിയുടെ അല്ലേ? അത് 2 ദിവസത്തിനകത്ത് നമുക്കതെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞേക്ക്. എല്ലാ ദിവസവും അവർ കിടന്ന് വെളിയാൻ അത് പറയാം. അതുകൂടാതെ ഞാൻ പല ദിവസമായിട്ട് മെമ്പറെ വിളിക്കണം ഓരോരോ കാര്യങ്ങൾക്കായിട്ട്. മെമ്പർ ഫോൺ എടുക്കുന്നില്ലല്ലോ. അത് രാത്രി 10:30 ശേഷം അല്ല മെമ്പറുടെ ഫോണിലേക്ക് വിളിക്കണം. അയ്യോ മെമ്പറെ, അത് നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ വിളിച്ചല്ലാട്ടോ. വേറെ ഒരു കേസുമില്ല. നമ്മൾ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് വിളിച്ചതാ. അതെനിക്ക് അറിയാലോ ചേട്ടന്റെ അത്യാവശ്യം എന്താണെന്ന്. അതല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിങ്ങനെ തന്നേക്കോ. എന്താ സാറേ വിശേഷം? എന്താണ് റോക്ക് വന്നത്? ഞാൻ എവിടെ ചെക്കനോടാ ഈ ചെക്കൻ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ വണ്ടി തടുത്തപ്പോൾ അവൻ നിർത്തണ്ടേ, അവൻ നിർത്തിയില്ലേ, അവൻ തുമ്മുന്നു വിട്ടു. സ്പീഡിൽ വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നാലെ മുടുക്ക് അല്ല പിന്നാലെ ഓടി അവസാനം ഞാൻ പിടിച്ചപ്പോഴേ അവൻ പറയാണ് യാമിനിയുടെ മണ്ഡലത്തിലാണ്. യാമിനിയുടെ മണ്ഡലമാകുമ്പോൾ പിന്നെ ഞാൻ അല്ലേ കറക്റ്റായിട്ട് എൻ്റെ മണ്ഡലത്തിലുള്ള പിള്ളേരൊക്കെ സാറിന്റെ ഫ്രണ്ടിൽ വന്ന് ചാടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നു. ഭിത്തിയുടെ വിളയാട്ടം. അതെ അതെ അതെ. എന്താടാ പോ യാമിനി. ഓമന കൂട്ടാ. എന്തോ നീ ആരാ? ബ്ലൗസാ? ബ്ലൗസ് കടിയുണ്ട്. എന്നാ ശരി സാറേ. അല്ല എനിക്ക് ഓക്കെ ഓക്കെ. ശരി എന്നാലേ. അതാ ഓമനക്കുട്ടനെ സാറേ, അപ്പുറത്തെ അയൽക്കട നടത്തണേ. അവരകത്തേക്ക് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുള്ളൂ. 1 മണിക്കൂറാ? അസൂയ സാറേ. ആർക്ക്? എനിക്ക് തന്നെ. നിനക്കാ? പോടാ അകത്ത് കയറി 1 മണിക്കൂർ നേരകത്ത്. അങ്ങനൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ പൊക്കോടാ. പോലീസുകാർക്കൊന്നും ഒരു വിലയില്ല. ഈ നായകൊക്കെ മനസ്സിലായല്ലോ ഉണ്ട് SI ആണ്. വണ്ടി എടുക്ക്. യാമിനി പോയോ? ചേച്ചി, ചേട്ടൻ പറഞ്ഞിട്ട് വന്ന ആളായിരുന്നു. ഓമനെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. ഓമന ഇത് നോക്കിയേ, ഇത് നോക്കിയേ. ഇത് കണ്ട നൂൽ പൊറോട്ട. എത്ര ആൾക്കാരാ ഇത് കണ്ടിരിക്കണ നോക്കി. നൂൽ പൊറോട്ട എങ്ങനെയുണ്ട്? അത് സൂപ്പറല്ലേ, എനിക്കറിയാം. കഴിച്ചിട്ടുണ്ടാ? പണ്ട് കല്യാണം കഴിഞ്ഞ മുമ്പേ കഴിച്ചതന്നെ, അതിനുശേഷം കഴിച്ചിട്ടില്ല. അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഇത്? പിന്നെ നൂൽ പൊറോട്ട ഇപ്പോഴും ഉണ്ടായിരുന്നു, പണ്ട് പോലെ ഉണ്ട്. എനിക്ക് മേടിച്ചിട്ടില്ലല്ലോ ഇത്ര നാൾ. മേടിച്ചാലല്ലോ, ഇത് മിഷ്യൻ കേടാ. ഞാനിപ്പം കടയിലോട്ട് പോകുന്നുണ്ട്, അപ്പോൾ സിറ്റിയിൽ നിന്ന് വാങ്ങിക്കാം. ഇവിടെ കിട്ടുമോ? അപ്പോ പിന്നെ ഇവിടെ അടുത്ത് കിട്ടും. എത്ര വേണം? നമുക്ക് എല്ലാവർക്കും മേടിക്ക്. കൊച്ചിന് കൊടുക്കാമോ? പിന്നെന്താ, കൊച്ചിനും കൊടുക്കാം. എത്ര വേണം പറ, ബിജിന് എത്ര വേണം? 10 മേടിക്കും. 10 15 വാങ്ങാം. ഇത് മടി എത്ര പറയാൻ വേണ്ടി ഇത് പറഞ്ഞാൽ പോലെ. അല്ല ഞാൻ പറയട്ടെ, ബിജു പറയുന്നത് എന്താ ഞാൻ കേൾക്കാതിട്ടുള്ളത്? ഞാൻ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. പിന്നെ എന്നെ വേറെ ആരും ബുദ്ധിമുട്ടിക്കാൻ?
ആയിക്കോട്ടെ കേട്ടാ. ഓക്കെ. കറി എന്തായിരിക്കും അപ്പം അതിൻ്റെ ഒപ്പം? എന്ത് വേണം? വരുമ്പോ കുറച്ച് മട്ടനും കൂടെ മേടിച്ചു. ഓക്കെ. നൂൽ പൊറോട്ടയും മട്ടനും. ശരി. പൊളിക്കാം. ഡൺ. അതെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ആ താഴത്തെ കടയിൽ നിന്ന് എനിക്കൊരു നൂൽപ്പുറോട് വാങ്ങിത്തരോ? ചേട്ടൻ അറിയണ്ട കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. സ്റ്റാർട്ട് ചെയ്ത് പോയട്ടാ. സ്റ്റാർട്ട് ചെയ്യോ? പോയി പറ. 1.5 കിലോമീറ്റർ ഫ്രീ ആയിട്ട് കിട്ടാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇതിന്റെ പൈസ ഗൂഗിൾ പേ ഇട്ടേക്കാവേ. ഓക്കെ. ചേട്ടാ 4 നൂൽ പൊറോട്ട. ഡേയ്, നീ അവിടെ എന്താന്ന് കാണിച്ചത്? അറിയാതായി പോയതാ. എന്താന്ന് അറിയാതെ? നീ ചത്തുവാനാ നീ? സോറി ചേട്ടാ, അറിയാതെ. എന്താ സോറി ചേട്ടാ? 4 നൂൽ പൊറോട്ട. ചേട്ടാ അതെ ഒരു കയ്യിലില്ലേ പൈസ കൊടുക്കും. ചേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണ്ട ചേട്ടാ. ഇത് ആ ഓപ്പോസിറ്റുള്ള വീട്ടിലെ ചേച്ചിക്ക് കൊടുത്തേക്കാവോ? എവിടെ പോകണം? എനിക്ക് ഒരു ചെറിയൊരു വർക്കുണ്ട്. വണ്ടിയിൽ സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ. ഞാനാണ് അവിടെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വേറെ എവിടെയാണ് കയറി ഇറങ്ങിയാണ്. ആ ഓ വണ്ടി വെറുതെ പെണ്ണുങ്ങൾ പമ്പരം പോലെ നിന്ന സായിപ്പ് ചമ്പളം കൂട്ടിത്തരും. താനിത്താനാരോ തകതിമിത്താനിത്താനാരോ താനിത്താനാരോ ഇപ്പുറം ചാടിയത് ആരടി കുഞ്ഞനി താതമ്പി ചെയ്താരോ ഇപ്പുറം ചാടിയത് കണ്ടമ്പൂച്ചടി താതമ്പി ചെയ്താരോ കണ്ടമ്പൂച്ചയ്ക്ക് വെടി വഴി കൊണ്ടോടി താതമ്പി ചെയ്താരോ കണ്ടമ്പൂച്ചയ്ക്ക് വെടി വഴി കൊണ്ടി താതമ്പി ചെയ്താരോ കണ്ടം. ഈ മഴ കാരണം പുറത്ത് വെച്ച് ടിക്ടോക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ടിക്ടോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാവോ? ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന്. ഈ അവിടെ എന്ത് ചെയ്യാണ്? ആളത്തെ വെടുപ്പില്ലല്ലേ? കയറി പോകില്ലേ? അന്ന് സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. സൗണ്ട് അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇറക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യോ? പെട്രോൾ ലാഭമല്ലേ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എന്റെ അമ്മമാരുടെ ഞാൻ വിശ്വസിച്ചില്ല. നീ ചോക്ലേറ്റ് ആയിട്ട് വന്നിട്ട് കൂടുതൽ കൊടുത്ത് എന്റെ ഭർത്താവിനെ മയക്കെടുത്തില്ലേ? നീ അമൃതയല്ലേ വിഷോടി കാളകൂട വിഷമാണ്. അവള് കുലുക്കി സാരി കൊടുത്ത് അവിടെ വന്നിട്ട് എന്റെ ഭർത്താവിന് ചോക്ലേറ്റിന്റെ വിഷവും ചേർത്ത് കൊടുത്തേക്കാം മയക്കെടുക്കാൻ വേണ്ടിയിട്ട്. നിന്റെ ഭർത്താവ് പിന്നെ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കണത്? നിന്റെ ഭർത്താവ് ചിരിക്കൂലെന്ന് നീ പറഞ്ഞില്ലേ? എങ്ങനെ ചിരിക്കാൻ? നിന്റെ സ്വഭാവം ഇതല്ലേ? പിന്നെ നിന്റെ ഭർത്താവ് നിന്നെ നോക്കി എങ്ങനെ ചിരിക്കും? എവിടേക്കോ പോയി എന്തൊക്കെയോ കാര്യത്തിന് ഇവിടെ ഒന്ന് താമസിക്കാൻ രണ്ടെണ്ണോ കൂടി അവര് തട്ടിക്കൊണ്ടു പോകാനായിട്ട് പിന്നെ പോരുത് നിങ്ങൾ എന്റെ അടുത്ത്. ആ വന്നാ നിനക്ക് എങ്ങനെ ചിരി വരാനാ? ഇവളുടെ സ്വഭാവം ഇതല്ലേ, പിന്നെ നിനക്ക് എങ്ങനെ ചിരി വരാനാ? എനിക്ക് ആരുമില്ലേ ഇവിടെ? എന്റെ കൊച്ചവിടെ അമ്മയ്ക്ക് തന്നെ അമ്മ എന്റെ കൊച്ചിനെ എനിക്ക് ആരുമില്ലേ? ചേച്ചി നിർത്ത്. എത്ര നാളായി തുടങ്ങിയിട്ട്? എന്റെ പൊന്നനിയ, ഈ പെണ്ണുമ്പളെ കാരണം കേട്ടോ നീ എന്നെ സംശയിക്കരുത്. ഏതനിയൻ? എന്തനിയൻ?
ഞാൻ കാര്യം പറയട്ടെ, ഈ കൊച്ചു പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വരാൻ, അതാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. എന്ത്? എന്താണ്? ഞാൻ ചേട്ടനോട് പറഞ്ഞു വാങ്ങിച്ചോണ്ട് വരാൻ. എനിക്ക് ഈ സാധനം കൊണ്ട് ഇവിടെ അപ്പോ ഞാനറിയാതെ എന്നോട് പറഞ്ഞു എനിക്ക് എന്തൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഞാനറിയാതെ അവക്കൊണ്ട് വാങ്ങിച്ചു കൊടുക്കോട്ടെ. ആ വേസ്റ്റ് എനിക്ക് കൊണ്ട തരുമല്ലേ? നിങ്ങൾ വേസ്റ്റ് ആക്കി എന്നെയാണ് വേസ്റ്റ് ആക്കിയത്. നിങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞില്ലേ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? എന്തൊക്കെയാ ചേട്ടൻ പറയണത്? ഇവിടുന്ന് ഒരു നീ പറയണ എന്തിനാണ്? പറയാതെ തന്നെ നിനക്ക് കൊണ്ടുതന്നെ ഒരുത്തന്നെ ഇവിടെ നിക്കല്ലേ രണ്ട് കൈ പൊക്കി പിടിച്ചോണ്ട്. പണേ ഇവിടുന്ന് ഒരു പയ്യൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനൊരു പയ്യൻ ഈ പ്രദേശത്തേ ഇല്ല. ഞാൻ ആ കടയിൽ വെച്ച് ഞാൻ പറഞ്ഞപ്പോ ഈ പൊതി തന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഇവിടുന്ന് ഒരു പയ്യൻ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ട് അവനോട്ട് ഞാൻ വഴക്കുണ്ടായി. ഇവിടെ ഇറങ്ങിയ പയ്യൻ നിങ്ങള് അല്ല. നല്ല കഥ, നല്ല കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാങ്ങിച്ചോട്ട് എന്താണ് നോക്ക്, എനിക്കറിയാം എന്താണ് നോക്ക്, എനിക്കറിയാം. എന്നാലും നിങ്ങൾ തയ്ച്ച് എന്റെ വീട്ടിൽ കയറിയിട്ട് പണി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഒരു പണിയും ചെയ്തില്ല, ചോദിച്ചോക്ക്. ഞാൻ അങ്ങനെ പണി ചെയ്യുന്ന ആളല്ല. എനിക്ക് പിന്നെ എന്റെ ആ പണി ഞാൻ വീട്ടിൽ ചെയ്യൂലേ. പൊറോട്ട വാങ്ങി തരാന്നും പറഞ്ഞാണ് എന്റെ അടുത്ത് പോയത്. എന്നിട്ട് അവക്ക് വാങ്ങി കൊടുത്തിട്ട് അവള് കഴിച്ചെന്റെ ബാക്കി എനിക്ക് കൊണ്ട് കഴിപ്പിക്കാൻ നോക്കിയതല്ലേ. എന്റെ ബാക്കി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് ആരും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാറില്ല. സുലേട്ടൻ കഴിക്കാറുണ്ടോ? അതില്ല, ഞാൻ കഴിക്കാറില്ല. എന്നാലും കൊള്ളാം. ഈ ഇറക്കറിഞ്ഞ് ഉരുണ്ട് വന്നത് എന്റെ വീട്ടിൽ കയറി പൊറോട്ട അടിക്കാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ പൊന്നു പെണ്ണുമ്പിള്ള നിങ്ങൾക്ക് കരയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പോയിരുന്നു. എന്റെ വീട്ടിലല്ല. എന്റെ അമൃതമോള് പാവാന്ന് എനിക്കറിയാം. എനിക്ക് കരയണം തോന്നുമ്പോ ഞാൻ കരയും. ഞങ്ങളെ പുറത്തുനിന്ന് കഴിക്കാറില്ല. പുറത്തുനിന്ന് കഴിക്കണേ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തുനിന്ന് പൊറോട്ട കഴിക്കണ്ടേ, ഹോട്ടൽ കഴിക്കണ്ടേ. വീട്ടിൽ എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? കെട്ടിപ്പിടിച്ചിട്ട് സംസാരിക്കും. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം. അങ്ങനെ അപ്പൊ നീ ഭാര്യക്ക് സപ്പോർട്ട് ബിജു കിജു എന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൊച്ചും കൂടെ അവിടെ പോയി താമസിച്ചോളാം. എനിക്ക് എന്റെ അമ്മ കൂട്ടുണ്ട്, മനസ്സിലായ? ഇനി എന്റെ വീട്ടിലേക്ക് അങ്ങനെ കയറി നോക്ക്. എനിക്കുള്ളതല്ല എന്റെ അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ ജീവിച്ചോളാം. മാറോ കേറി പോടി പിത്തക്കാടി. അതെ ചൊറിഞ്ഞു പോണത് കണ്ട അയാൾ അങ്ങോട്ട് വീണ്ടും വീണ്ടും കയറി കയറി. എന്താണ് ചൊറിച്ചിന് കൂടുതലാണോ? ചേട്ടാ എന്താ ഇങ്ങനെ വിഷമവും ഇരിക്കണ ചേട്ടാ? ചേട്ടൻ ഇന്ന് ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പോയി ഒരു 2 പൊറോട്ട വാങ്ങി വരട്ടെ. പൊറോട്ടയുടെ കാര്യം മാത്രം ഉണ്ടാകൂ. പൊറോട്ട എന്നെ എവിടെ ഇന്ത്യ ഇരുത്തുന്നത്. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടൻ ആ മെമ്പറുമായിട്ട് നല്ല ഒരു ഇതല്ലേ? ഇതാ അതല്ല ചേട്ടാ, ബഹുമാനമല്ലേ, സ്നേഹമല്ലേ? ആ മെമ്പറെ കൂട്ടി ഒന്ന് വീട്ടിൽ പോയി ചേച്ചിയായിട്ടൊന്ന് സംസാരിക്കും. ആ പ്രശ്നം തീർക്ക് ചേട്ടാ. ഇപ്പൊ പോകണ്ട ചേട്ടാ, അപ്പൊ അവിടെ തിരക്കായിരിക്കും. സന്ധ്യയായിട്ട് പോവാം. അപ്പൊ മെമ്പറും ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് സംസാരിക്കാം. നീ പറഞ്ഞത് ശരിയാണ്. സന്ധ്യയായിട്ട് പോവാം. അതുപോലെ മെമ്പറിനെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ബഹുമാനമാണ്. എൻ്റെ ഭാര്യയ്ക്കും വിശ്വാസമാണ്. അപ്പം മെമ്പർ പറഞ്ഞ അവള് കേൾക്കും. നീ പറഞ്ഞിട്ട് നല്ലൊരു കാര്യമാണ്. സന്ധ്യ ആവുമ്പോൾ തന്നെ പോവാം. അതാകുമ്പം കാര്യമായിട്ട് സംസാരിക്കാല്ലേ. തീരും, പ്രശ്നം തീരും. നീ വിഷ്ണു അല്ലടാ, നീ മഹാവിഷ്ണു. അതാണ് ചേട്ടാ. മോളെന്തിനാ കരയുന്നേ? കരയണ്ട കേട്ടോ. കഥ കടച്ചോ, ഞാൻ ഒന്ന് വിളിച്ചിട്ട് തുറന്നാൽ മതി. ആവശ്യത്തിന് മാറ്റിച്ചില്ലേ? ദോഷം. അകത്തേക്ക് പോകണോ? ചെല്ലി.
മെമ്പറ 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 ആരും ഇല്ലേ? മെമ്പറേ 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 അയ്യോ മെമ്പർ അയ്യോ മെമ്പറേ തല ഇറങ്ങിയതാ. അയ്യോ തലയോ കയ്യോ എവിടെയൊക്കെയോ ഇടിച്ചു. ഈ കൈക്ക് നല്ല വേദന. പൊട്ടില്ല വീടടി നോക്കി ഇങ്ങോട്ടൊക്കെ നടക്കണ്ടേ? പേടിക്കണ്ട. ആ മോനായി കാണിക്കുന്നതിന്റെ പകുതി ആത്മാർത്ഥ്യങ്ങളും നിങ്ങൾക്ക് എന്നോട് കാണിച്ചൂടെ? മോനായി എന്ത് കാണിച്ചു? മോനായി ഒന്നും കാണിച്ചില്ല. മോനായി എന്താ കാണിച്ചത്? നിങ്ങൾ കാണിച്ചത് മൊത്തം വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു. ആ ഗേറ്റിന്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് കേറിയില്ലേ? കേറിയ തൊട്ട് ഇവിടെ ഈ റൂമിൽ വന്ന് കേറണവരെയുള്ള വീഡിയോ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളുടെ കൈ കണ്ട ഭയങ്കര വീക്ക്നെസ് ആണ്. മെമ്പർ ഇതിന് കൂട്ടിയേക്കൊന്നും ഞാൻ വിചാരിച്ചില്ല. മെമ്പറിനെ ഞാൻ ഇങ്ങനെ അല്ല കണ്ടിരിക്കണേ. നിങ്ങൾ എന്തെങ്കിലും പറയുന്നത്? ഞാനവിടെ വീണ് കിടന്നപ്പോ അവനെ കൂടെ ഒന്ന് സഹായിച്ചല്ലേ? അയ്യോ, അപ്പൊ ഇവിടെ കിടക്കണ മെമ്പറിന് നിങ്ങൾ വീണത് കണ്ട്? എന്റെ പൊന്നോ, ഞാനവിടെ ചത്ത കിടന്നാൽ പോലും അനങ്ങാറില്ല. ഞാൻ വീണിടുന്ന മൈൻഡ് ചെയ്യാണ്ട് പോണ ആള് ഇപ്പൊ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ വീണത് നോക്കി എനിക്ക് ആ കൈ കയറി പിടിക്കാൻ കണ്ട. ഇപ്പോഴും കണ്ട ഇങ്ങനെ സ്വഭാവം ഭയങ്കര മോശമാണെന്നേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. ഇപ്പൊ കൊറേ കൈ പിടിക്കണേ. അവസാനായിട്ട് ഞാൻ പറയാ, ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. മരപ്പട്ടി തോന്നു വന്നോളും. ചേട്ടാ ഓടാ ഇവിടെ. നീ ഒന്നും പറയണ്ട. നീ പറഞ്ഞത് കേട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇതൊരുമാതിരി ഉറി തൂങ്ങിയതിന്റെ തൂങ്ങിയതായിപ്പോ കേട്ടാ. മെമ്പറെ കയറി പിടിക്കാൻ ഞാൻ പറഞ്ഞോ ചേട്ടാ? മെമ്പർ ഞാൻ കയറിപ്പിടിക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞില്ലടാ. മെമ്പറും പറഞ്ഞു. എന്നിട്ട് അവിടെ വിശ്വസിക്കുന്നില്ല. അവൾ പറഞ്ഞെന്നറിയാം, അവൾക്ക് എന്നെ വേണ്ടെന്ന്. വേണ്ടെന്ന് എടാ, അവൾക്ക് എന്നെ വേണ്ട. എനിക്കെന്താ അവളെ വേണ്ട. പക്ഷേ എനിക്കെൻ്റെ കൊച്ചിനെ വേണം. കൊച്ചിനെ ഞാൻ കാണാൻ പോകും. തീർച്ചയായിട്ടും ഞാൻ കാണാൻ പോകും. ആ, കൊച്ചിനെ കാണാൻ പകല് പോകണ്ട ചേട്ടാ, രാത്രി പോയാൽ മതി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ. ഒരു രാത്രി മോനെ, രാത്രി അല്ലടാ. നീ ആ ട്രാക്കുവാടാ നിന്റെ നാട്ടുകാർ. രാത്രി മാത്രം ഇറങ്ങോടാ നീക്കെ. ഞാൻ തിരുമല്ല അപ്പൊ പോണു കേടാ. രാത്രി ഞാൻ പിടിക്കാൻ വേണ്ടി വന്നല്ലേ. ഈ ഒരു പൊക്കം കാലത്ത്. അയ്യോ ബിജു, നിന്റെ കെട്ടിയവനെ കൊണ്ട് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതല്ല, ഞാൻ കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നത്. അവളെ കൈകൊണ്ട് സുഖമാണോ ചേട്ടാ? ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ ചേട്ടാ? ഒരു ഹെൽപ്പ് ചെയ്യോ ചേട്ടാ? എനിക്കൊരു ലവറുണ്ട്.
അവളുടെ വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. എനിക്ക് അവളെ കല്യാണം കഴിക്കണം ചേട്ടാ. നിനക്ക് വേറെ ഒരു പണിയില്ലേടാ, ഒന്ന് കെട്ടിയതിന്റെ അനുഭവം എനിക്കൊന്നില്ലേടാ, നീ കണ്ടല്ലേടാ, നീനൊക്കെ കണ്ടല്ലേടാ അവിടെ ജീവിക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമൊക്കെ ആദ്യം തോന്നൂടാ, എനിക്ക് അവളായിട്ട് ഇഷ്ടമായിരുന്നു. ഇപ്പൊ തന്നെ 15 വർഷം കൂടെ ജീവിച്ച് എന്നിട്ട് പുല്ല് എന്നെ ചവിട്ടി ഇറങ്ങില്ലടാ. അങ്ങനെയല്ല ചേട്ടാ, വേറെ ആണോ ഇറക്കി? ഇവള് ഫോണിൽ എനിക്ക് ഉമ്മ വരെ തരും ചേട്ടാ. ഞാൻ എത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചേട്ടാ. ചേട്ടാ എന്നാ ചേട്ടാ പ്ലീസ് ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ. എടാ അവളെയും കൊണ്ട് ആദ്യം നിന്റെ റൂമിൽ പോ, ഞാൻ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്യാം. കല്യാണം കഴിച്ച് തരാം. പിന്നെ അവളെ വേറെ ആരെ മുമ്പ് കൊണ്ട് പ്രവേശിപ്പിക്കരുത്. ഇല്ല ചേട്ടാ, നിന്നെ പോലെയുള്ള ഇവിടെ ഉള്ള അമ്മരെല്ലാം കഞ്ഞികളാണ് കേട്ടാ. അവളെ കൊണ്ട് കാണിച്ചു ആകെ പ്രശ്നമാവും. ആള് കൊള്ളയുടെ 3 മാസമല്ലോടെ നീ ഇവിടെ പണിക്ക് വന്നിട്ട് അതിനൊക്കെ ഒപ്പിച്ചാടാ നീ. ഇവിടെ വളരെ വാർത്ത 40-50 വയസ്സിൽ കെട്ടാടാക്കണം. അമ്മക്ക് പെണ്ണുങ്ങളില്ല. പാവം ഫോണിൽ പരിചയം ഒലിപ്പിക്കാതെ ഇപ്പൊ തന്നെ അവന് ഞാൻ നോക്കട്ടെ എന്നെങ്ങനെയുണ്ട്. നല്ല പെണ്ണ സാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. കാണാറുണ്ടോ? സ്ഥിരം കാണാറുണ്ടോ? ഞങ്ങള് ഫോണില് എല്ലാം ഫോണിൽ കൂടെ ഉമ്മ വരെ തരും ചേട്ടാ. ഉമ്മ തരണമെങ്കിൽ ഒരു മണ്ണപ്പിള്ളാണല്ലോ ഉമ്മ തരുവുള്ളൂ. ഫോണിൽ കൂടെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല, ഇപ്പൊ വരും. നേരിട്ട് കാണാത്ത പെണ്ണിനെ ഞാൻ നിനക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിച്ചാൽ ഒരു ഹെൽപ്പ് ചെയ്യണം സാർ ചേട്ടാ. ഓക്കെ ചേട്ടാ. താഴെ ഇങ്ങനെ ആക്കിയത് ചേട്ടാ. ഞാൻ പറയാൻ കേള്, നീ വിളിച്ചോണ്ട് പോ. ഓക്കെ ചേട്ടാ. ഹലോ, ആരാണ്? എന്ത് പെണ്ണു കേസാ? എവിടെ? ഞാൻ വരാം, ഞാൻ പോരാ. ഫേസ്ബുക്ക് എന്നാ ഈ തെണ്ടികൾക്ക് തന്നെ പണി തോന്നും. പെണ്ണ് കേസ് ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. വണ്ടി എടുക്കണം. ഞാൻ എസ് ഐ ആണ്, ഞാൻ പറയുന്നത് നിൽക്കണം കേട്ടടാ. എവിടെയാണ് പെണ്ണിനെ പൊക്കിയ? എവിടെന്നാ? ഫോണിലാണ് സാറ്. ഫോണില്ല? എവിടെ? ഫോണിലെവിടെ? ഫേസ്ബുക്കിലാ? അറിയാം അവിടെ ശരിക്കും അറിയാൻ നടക്കണം. ഫോണിലാണ് സാറ്. ഫോണില. നീ മര്യാദക്ക് സത്യം ഇടിച്ചതിന്റെ പറ. നീ ആരാ? ഞാൻ പിന്നെ എവിടെയോ ഞാൻ പെട്ടെന്ന് എവിടെന്നാണ് പൊക്കിയത്? പറ, നീ പറ. ഞാൻ ഈ ചേട്ടന്റെ കടയിൽ നിൽക്കുന്ന ആളാണ് സാറാ. നീയാണോ സാറല്ലേ പൊക്കിയത്? ഞാനാ? ഇവരെ പൊക്കിയ സാറല്ലേ? അത് ശരി, എന്നെ പറയാ. നീ പറഞ്ഞ അറസ്റ്റ് ചെയ്യാം സാർ, ഇനി കൊണ്ടുവയ്ക്കോ. അത് ശരി, അപ്പൊ നീയാണ് എന്റെ മൂന്നാല് വണ്ടിക്കല്ല. സംഗീതത്താളം സിരകൾ തോറും പടരും ലഹരി, സിരകൾ തോറും പടരും ലഹരി. എന്താ സാറേ പ്രശ്നം? റോക്ക് യാമിനി, റോക്ക്. എന്താ റോക്കിയ പ്രശ്നം? ഇവ പെൺവിഷയം ഞാൻ തല്ലിയില്ലല്ലോ. പേടിയാ? നീ തല്ലിയോ? പിന്നെ എന്തിനാ നിലവിളിക്കുന്നത്? അടിയെ പേടിയാ. കാര്യം ഇവനൊരു പെണ്ണിനെ പൊക്കിട്ട് വന്നിരിക്കുന്നു ഫേസ്ബുക്കിൽ നിന്ന്. ഇവനെ ഞാൻ എനിക്ക് അറിഞ്ഞൂടെ ഓമനക്കുട്ടൻ ചെയ്യത്തില്ല. ചെയ്തിട്ടുണ്ടോ? ആ പെണ്ണോടാ. എനിക്ക് കേസില്ല സാറേ. കേസ് എടുക്കുന്നത് ഞാനാ. ഞാൻ ഇവിടുത്തെ സ്ഥലം എസ് ഐ ആണ്. റോക്ക് ഈട്ടി കേട്ടാ. സാറേ എനിക്ക് പരാതിയില്ല. റോക്കെ അവർക്ക് പരാതിയില്ല, ഓമനക്കുട്ടനാണ് നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാ പിന്നെ വിട്ടൂടെ? എന്നാലും റോക്കെ പ്ലീസ്, റോക്കെ പ്ലീസ്. ഓക്കെ, യാമിനി പറഞ്ഞതുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഒരുപാട് നാളത്തെ ഒരു മാനസികമായിട്ടുള്ളൊരു ബന്ധം. അല്ല സാറേ, നിങ്ങൾ സെറ്റായ സ്ഥിതിക്ക്, നിങ്ങൾ ഇങ്ങനെ കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് എന്നെ റിലീസ് ചെയ്തോളൂ സാർ. എന്നെ ലോക്കപ്പിലാക്കണം. കുറഞ്ഞത് 1 വർഷം കൂടി തടവിലാക്കണം. എന്റെ ഭാര്യ പറഞ്ഞിട്ട്. അല്ല
സത്യത്തിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം എല്ലാം പറഞ്ഞ് ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്. ഒന്ന് വാ സംസാരിക്കാം. അതെ, സംസാരിക്കട്ടെ. വാ. ഞാൻ പറഞ്ഞിട്ടാരും പോവാത്ത അറിയില്ല സാർ. ആർക്കും പേടിയില്ലാതായിരിക്കും. വൈഫ് അങ്ങനെ തന്നെ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. അല്ല ഇനിയേ അവനെ കൂട്ടാ, ഇനി അവരുടെ വീട്ടിലേക്കൊന്നും അങ്ങനെ പോകണ്ട. ഇനി എന്തെങ്കിലും ബ്ലൗസോ കാര്യം തയ്ക്കാനോ അളവെടുക്കാനോ ഉണ്ട് എന്നെ വിളിച്ചാൽ മതി. ആ യാമിനിയുടെ അത്യാവശ്യമുള്ള അളവൊക്കെ എനിക്കറിയാം. കുറെ കാലമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും വിഷമിക്കണ്ട. വീട്ടിൽ പോയി ഭാര്യയായിട്ടൊക്കെ പ്രോബ്ലംസ് ഒക്കെ തീർന്നല്ലോ. ഓക്കെ സാർ, താങ്ക് യു സാർ. നന്ദി സാർ. ശരി. അപ്പം അളവെടുക്കണമെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. എന്നെ വിളിച്ചാൽ മതി. നമ്പർ അളവെടുക്കണമെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. ഞാൻ ഫോണിൽ അങ്ങനെ എനിക്ക് എന്ത് ശരിയാണ്. ശരി സാർ. ശരി ഈ സാർ എടുക്കണേ. ഓക്കെ സാർ, വിളിക്കാം സാർ. ആ വിളിക്കാം. അമലേ, ഓ വിജയനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിജയന് കാര്യമൊക്കെ മനസ്സിലായിട്ടുമുണ്ട്. ഇനി നിങ്ങൾ തമ്മിലൊന്ന് പറഞ്ഞൊന്ന് സമാധാനത്തിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ഈ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോയി ചാടിയേക്കല്ലേ, കേട്ടോ? ചെല്ലുന്ന വീട്ടിലേക്ക് വാ. നിങ്ങളറിയാത്ത വേറൊരു കാര്യം കിടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. വാ. ഒരു വലിയ കാര്യം. ഇതിനൊരു അന്ത്യമില്ലേ? എന്തായിരിക്കും ആ കാര്യം? ഓമനെ, ഓമനെ, സോറി. എന്തോ സോറി, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ബിജുവിന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതിനല്ലേ ഞാൻ സോറി പറഞ്ഞു. ഇപ്പോ എന്തോ സോറി? ഇതൊക്കെ കാര്യങ്ങൾ എല്ലാ പെണ്ണുങ്ങളാണ്. അവളാണ് എല്ലാത്തിനും കാരണം. അമൃത അവളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്, അറിയാമോ? അവളെല്ലാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി. അവനാ സുനിൽകുമാർ. അവൻ ചെയ്ത് നിങ്ങളന്ന് പൊറോട്ട മേടിക്കാൻ പോയി ഒരുത്തൻ പൊറോട്ട ഒന്നും വിട്ടില്ലേ നിങ്ങളെ കയ്യില്? പിന്നെ ഒരു ദിവസം നിങ്ങൾ വേലിയാടി ഒരുത്തനെ പിടിക്കാൻ പോയില്ലേ? അത് അവളെ കാണാൻ വന്നതല്ല, അവനെ കാണാൻ വന്നതാ. അവൻ എന്തിനാണ് പറഞ്ഞു? അത് ഇപ്പൊ സമാധാനായി. അമൃത വന്ന് എന്നോട് എല്ലാ കാര്യം പറഞ്ഞായിരുന്നു. അമൃതയുടെ വീട്ടുകാർ വന്ന് അമൃത വീട്ടിലേക്ക് കൊണ്ടുപോയേക്കോ. നീ വീട്ടിലോട്ട് പാടി. നീ വീട്ടിലോട്ട് പാടി. വീട്ടിലല്ലേ പറഞ്ഞേ? നിന്നെ തള്ളാണല്ല. എനിക്ക് കൊച്ചിനെ എത്ര ദിവസമാണ് എനിക്ക് തന്നെ ഈ പ്രശ്നം കൊണ്ട്. ഒരു കാര്യം പറഞ്ഞ ചെയ്തു തരൂ. എന്തായാലും നാട്ടുകാരെ പെണ്ണുങ്ങളൊക്കെ വീഴുമ്പോ പൊക്കാൻ ചൊല്ലുന്നുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം ചെയ്തു തരൂ. നൂൽ പൊറോട്ട വാങ്ങിച്ചു തരൂ. അന്ന് എന്തായാലും മനസ്സമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ല. ബംഗാളി യാമിനി തോരാതെ നിന്റെ അവിഞ്ഞു തള്ള എല്ലാം കൂടെ എന്റെ ജീവിതം കുട്ടി തുടങ്ങിയോടി. നൂൽ പൊറോട്ട നോക്കിയാൽ പുതിയ നെയ്ബറൊന്നും പരിചയപ്പെടാതെ ഞാൻ ഓമന സോറി പേര് മാറ്റി. സോറി നാളെ പറഞ്ഞാൽ ഇന്ന് പറയോ? പറയിപ്പിക്കാം. സോറി അതല്ല, എന്നോട് സോറി. Searching for the best consultant to study abroad? Then go for Global Educational Consultants. Kerala's most trusted, most experienced, and highest rated study abroad consultants to expand your educational experience globally. With Global Educational Consultants, come be a global citizen. ഈ പറമ്പ് ഓർമ്മ കടി വേണ്ടേ?
അങ്ങനെയുള്ള ഒരു സ്ത്രീയൊന്നും അല്ല. വിഷ്ണുവിന്റെ ബാക്കി കേസില്ലെന്ന് പറയാത്ത നൂൽ പൊറോട്ട, ബംഗാളി, അവിടെ വരേണ്ടി വരും. മാഡത്തിന് ഇനി എപ്പോഴും വരേണ്ടി വരും, ഇറക്കാൻ വേണ്ടി വരേണ്ടി വരും. നന്നായി. I made this meat